നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം എവിടെയാണ് നടന്നതെന്ന്, ആരാണ് അതിന് തുടക്കം കുറിച്ചതെന്നും? ഏകദേശം 120 വർഷങ്ങൾക്ക് മുൻപാണ് ആ കഥ തുടങ്ങുന്നത്. തൃശൂർ സ്വദേശിയായ പോൾ വിൻസെന്റ് എന്ന ഒരാൾ അന്നത്തെ കാലത്ത് സിനിമ എന്ന അത്ഭുതം നമ്മുടെ കേരളത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. ഒരു ടെന്റും സിനിമ കാണിക്കാനുള്ള പ്രൊജക്ടറും പിന്നെ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു വലിയ ജനറേറ്ററുമായി അദ്ദേഹം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഈ സഞ്ചരിക്കുന്ന തിയേറ്ററിനെ ആളുകൾ വിളിച്ചിരുന്നത് എഡിസൺ ബയോസ്കോപ്പ് എന്നായിരുന്നു. സങ്കല്പിച്ചു നോക്കൂ, നാടെങ്ങും ഇരുട്ടായിരുന്ന ആ കാലത്ത് വലിയ ശബ്ദമുണ്ടാക്കുന്ന ഒരു ജനറേറ്ററും കർട്ടനിൽ മനുഷ്യർ അനങ്ങുന്ന കാഴ്ചയും കണ്ടപ്പോൾ ആളുകൾ ശരിക്കും ഭയന്നുപോയി. ഇതെന്തോ മാന്ത്രിക വിദ്യയാണോ അതോ വല്ല പ്രേതാലയവുമാണോ എന്ന് പോലും അവർ സംശയിച്ചു. പക്ഷേ ആ പേടി പതുക്കെ കൗതുകത്തിന് വഴിമാറി. ആളുകൾ ഇത് ഏറ്റെടുത്തു. ആ വലിയ സ്വീകാര്യത കണ്ടപ്പോഴാണ് പിന്നീട് തൃശൂരിൽ ജോസ് ഇലക്ട്രിക് ബയോസ്കോപ്പ് എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം തിയേറ്റർ ഉയർന്നു വന്നത്. സാധാരണക്കാരായ മനുഷ്യർക്ക് ലോകത്തിന്റെ കാഴ്ചകൾ കൺമുന്നിൽ എത്തിച്ചു കൊടുത്ത ആ സംരംഭം സത്യത്തിൽ ഒരു വലിയ വിപ്ലവമായിരുന്നു. പിൽക്കാലത്തെ ലോകപ്രശസ്തമായ നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തിന് അടിത്തറ പാകിയത് ആ വിപ്ലവമാണ്. ഇന്ന് നമ്മൾ ഹൈ ക്വാളിറ്റിയിൽ സിനിമകൾ ആസ്വദിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുൻപ് ആ ജനറേറ്ററും ചുമന്ന് സിനിമ കാണിക്കാൻ നടന്ന ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.